ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസാണ്. മദ്ഹ് പറയുക, ഒരാളെ പുകഴ്ത്തി പറയുക, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞാൽ പോതുന്നു. ഈ മദ്ഹ് പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഇബാദത്തിൽപ്പെട്ട ഒന്നാണ്. അതാരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. എല്ലാവരും അംഗീകരിക്കുന്നതും എല്ലാവരും നിത്യമായി ചെയ്യുന്നവരും അതിൽ വലിയ ആവേശം കാണിക്കുന്നവരാണ് നാം എല്ലാം. എന്തിനധികം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ വേദികളിലും സ്റ്റേജുകളിലും പേജുകളിലും റസൂലുള്ളാഹിനെ ഇകഴ്ത്തുന്ന പുത്തൻവാദികൾ പോലും ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നുവെന്ന് നാവുകൊണ്ടെങ്കിലും അവർക്ക് പറയേണ്ടി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ അതിന്റെ കാര്യത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല എന്നതുകൊണ്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ആളുകളുടെ മദ്ഹ് പറയുമ്പോൾ അതിന്റെ ഇസ്ലാമികമായ മാനം, ഇസ്ലാമികമായ വിധി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മരിച്ചവരെ മദ്ഹ് പറയാറുണ്ട്, ഹയാത്തുള്ള മനുഷ്യന്മാരെ മദ്ഹ് പറയാറുണ്ട്. മരിച്ചവരെ മദ്ഹ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ വാക്കിൽ അത് വിശദീകരിച്ചു തന്നു. ഉദ്കുറു മഹാസിന മൗതാക്കും വകുഫു അൻ മസാബിഹി. മരിച്ച മനുഷ്യന്മാരുടെ മദ്ഹ് നിങ്ങൾ പറയൂ, അവരെ ഗുണഗാനങ്ങൾ പറയൂ, അവരുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പറയൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വകുഫു അൻ മസാബിഹിം, അവരുടെ അയ്യിബുകൾ, കുറവുകൾ നിങ്ങൾ പറയാതിരിക്കുക എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മരിച്ച മനുഷ്യന്മാർ അവരുടെ മദ്ഹുകൾ പറയാം, ആ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്തെങ്കിലും അപകടങ്ങൾ പേടിക്കാനുമില്ല, അതിന്റെ അനന്തരമായ ഇവിടെയൊന്നും പ്രയാസങ്ങൾ വരാനുമില്ല. അതുകൊണ്ട് മരിച്ച മനുഷ്യന്മാരെ മദ്ഹ് നമുക്ക് പറയാം, കളവാവാൻ പാടില്ല. ഒരൽപ്പം വർണ്ണന കൂടിയാലും, മുജാസഫത്ത് എന്ന അറബിയിൽ പറയുന്ന അല്പം വർണ്ണന കൂടിയാലും പ്രശ്നമല്ല, കളവാവാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ മാത്രമാണ് മരിച്ചവരെ പറയുമ്പോൾ ഉള്ളത്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ ഇപ്പോ പലപ്പോഴും കറാമത്തിന്റെ പേരിൽ കളവുകൾ അടിച്ചിറക്കപ്പെടും. അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചിന്തിക്കാതെ, ആര് പറഞ്ഞതാണ് എന്ന് ചിന്തിക്കാതെ, കറാമത്തിന്റെ പേരിൽ പരസ്യമായി കളവുകൾ വിതരണം ചെയ്ത്, കളവുകൾ പ്രചരിപ്പിച്ച്, കള്ളത്തരീഖത്തിലേക്കും മടവൂർ ഷെയ്ഖുമായി ഒരു ബന്ധമില്ലാത്ത ആള് ആരോ പറഞ്ഞത് കേട്ടിട്ട് മടവൂരിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവർ ഹയാത്ത് കാലത്ത് നേരിട്ട് ബന്ധമുള്ളവരോ കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത കറാമത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഇന്ന് അതിന്റെ അതിർപരമ്പുകളൊക്കെ വിട്ടുകടന്നു എന്നത് വളരെ ദുഃഖത്തോടെ ഓർക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, മരിച്ച മനുഷ്യന്മാരുടെ മദ്ഹ് പറയാം, അവരുടെ കുറവുകൾ പറയരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഒറ്റവാക്കിൽ പറയുമ്പോൾ, ഹയാത്തുള്ള മനുഷ്യന്മാരെ മദ്ഹ് പറയുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളും നമുക്ക് മുമ്പിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന ഫഹ്തു തുറാബ അലാ വുജൂഹി. മദ്ഹ് പറയുന്ന മനുഷ്യന്മാരെ കണ്ടാൽ അവരുടെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് വലിച്ചു വാരി എറിയൂ എന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊരു ഹദീസിൽ ഹബീബായ തങ്ങൾ പറയുന്നു, മഹാനായ ഇബ്നു അത്താഇൽ സിക്കന്ദർ റഹിമഹുല്ലാഹിന്റെ ഹിക്കമിന്റെ ശർഹിൽ ഇമാം ശർഖാവി അടക്കം പല മഹാന്മാരും ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഇദാ മുദിഹൽ മുഅ്മിനു റബൽ ഈമാനു ഫീ വജ്ഹി ഫീ ഖൽബിഹി. ഒരു മുഅ്മിനായ മനുഷ്യനെ മദ്ഹ് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസും കാണാം. അങ്ങനെ ഹയാത്തുള്ള മനുഷ്യന്മാരെ മദ്ഹ് പറയുന്നതിൽ വൈരുദ്ധ്യമെന്ന് തോന്നുന്ന വ്യത്യസ്തമായ ഹദീസുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും.
അപ്പോൾ അതിനൊക്കെ ജമ്മ ചെയ്തു ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹ് മുസ്ലിമിലും അതുപോലെ തന്നെ ഇമാം ശർഖാവി കിതാബുൽ ഹിക്കമിന്റെ വ്യാഖ്യാനത്തിലും അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ അതൊക്കെ ജമ്മ ചെയ്ത് സംയോജിപ്പിച്ച് അതിന്റെ യഥാർത്ഥ ആശയം എന്താണെന്ന് നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അഥവാ ഒരു മനുഷ്യൻ നിങ്ങളെ മദ്ഹ് പറയുന്നത് കണ്ടാൽ നിങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് മണ്ണ് വലിച്ചു വാരി എറിയൂന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് മദ്ഹ് പറയുന്ന മനുഷ്യന് ചില നിയമങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, നാം ഒരു മനുഷ്യനെ മദ്ഹ് പറയുമ്പോൾ സാമാന്യ മനുഷ്യനാണ്. നമ്മളെ മദ്ഹ് കേട്ടിട്ട് അവന്റെ മനസ്സിൽ അഹങ്കാരം തോന്നുമെന്നുണ്ടെങ്കിൽ നാം അവനെ മദ്ഹ് പറയാൻ പാടില്ല. അതുപോലെ ഒരാളെ നാം മദ്ഹ് പറഞ്ഞാൽ ആ മനുഷ്യന്റെ മദ്ഹ് കേട്ടിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന് വല്ല കോട്ടമുണ്ടാകുന്ന അവസരമുണ്ടായാൽ ആ മനുഷ്യനെ നാം മദ്ഹ് പറയാൻ പാടില്ല. ഇങ്ങനെ മദ്ഹ് കൊണ്ട് എന്തെങ്കിലും ആത്മീയമായി ധാർമ്മികമായ വല്ല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മദ്ഹ് പറയാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വരിച്ചു വാരിയെറിയാൻ പറഞ്ഞത് അത്തരം മദ്ഹിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ മദ്ഹിൽ ഒരിക്കലും ഉത്പ്രേക്ഷ വരാൻ പാടില്ല. കളവ് എന്തായാലും വരാൻ പാടില്ല. കളവ് അള്ളാഹു ജായിസാക്കിയ പല സന്ദർഭമുണ്ട്. ചില ആളെ മസ്ലഹത്താക്കാൻ വേണ്ടി കളവ് പറയാം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലൈസൽ കദാ, കള്ളനല്ല, കളവ് പറയുന്നവനല്ല. ആര്? മൻ യൻമി ഖൈറ, എന്തെങ്കിലും ഖൈറിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് മസ്ലഹത്താക്കി പറഞ്ഞാൽ അവൻ അതിലൂടെ ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കളവല്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മസലകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കളവ് പറയൽ നിർബന്ധമായ സ്ഥലമുണ്ട്, കളവ് പറയൽ സുന്നത്തായ സ്ഥലമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ മദ്ഹ് പറയുന്ന സമയത്ത് ഇല്ലാത്ത മദ്ഹ്, കളവ് പറഞ്ഞ് ഒരാളെ മദ്ഹും പറയാൻ പാടില്ല. അത്തരക്കാരെ മദ്ഹിനെ കുറിച്ചാണ് അവരെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് വലിച്ചു വാരി എറിയണം എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. അതേ സമയത്ത് മറ്റൊരു ഹദീസ് കാണാമല്ലോ, ഒരാളെ മദ്ഹ് പറഞ്ഞാൽ, മുഅ്മിനായ മനുഷ്യനെ മദ്ഹ് പറഞ്ഞാൽ റബൽ ഈമാനു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസോ, അത് മുഅ്മിനായ മനുഷ്യനെ മദ്ഹ് പറയണം. ആരാണ് മുഅ്മിനായ മനുഷ്യൻ? മുഅ്മിനായ മനുഷ്യൻ അവന്റെ മദ്ഹ് പറയുമ്പോൾ, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾ നിന്നെ മദ്ഹ് പറയുമ്പോൾ ആ മദ്ഹ് കേട്ട് സന്തോഷിക്കൽ മുഅ്മിനിന്റെ സ്വഭാവമല്ല. വകുൻ ദാമ്മൻ ലിനഫ്സിക ലിമാ തഅലമുഹു ഫീക, നിന്നിലില്ലാത്ത ഒരു കാര്യം നിന്നെ കുറിച്ച് വലിയ പണ്ഡിതനാണെന്ന് പറയും, വലിയ സൂഫി വര്യനാണെന്ന് പറയും, വലിയ ആബിദാണെന്ന് ജനങ്ങൾ പറയും. പക്ഷേ ജനങ്ങൾ അത് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ടാണ് ജനങ്ങൾ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിച്ച് പണ്ഡിതനാണെന്നോ ആലിമാണെന്നോ സൂഫിയാണെന്നോ മറ്റോ പറയുമ്പോൾ നമുക്കെല്ലാം സാധാരണഗതിയിൽ സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഞമ്മെല്ലാം വിചാരിക്കുന്ന ഞാൻ വലിയായി പോയി, ഞാൻ ഉഷാറായി പോയി, നമ്മളെല്ലാം വിചാരിക്കും ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്, നമ്മ അങ്ങനല്ല വിചാരിക്കുന്നത്. അങ്ങനെയല്ല ഇബ്ലീസ് നമ്മളെ സ്വാധീനിക്കുന്നത്. എന്നാൽ മഹാന്മാര് പറയുന്നു, നീ അവിടെ രണ്ട് പൈപ്പോട്ടികളാണ് നടക്കുന്നത്, രണ്ട് എഴുത്തറാളത്ത്. ഒന്ന് യഖീനും, ഒന്ന് ഉറപ്പാണ്, പിന്നൊന്നും ഒരു ഭാവന. ബുദ്ധിയുള്ള മനുഷ്യൻ ഉറപ്പിന്റെ പിന്നിൽ പോകണം, ഭാവനന്റെ എന്തെങ്കിലും ഹയാല എന്തെങ്കിലും ഒരു തോന്നലിന്റെ പിന്നിൽ മുഅ്മിനായ മനുഷ്യൻ പോകാൻ പാടില്ല. എന്താണ് ഉറപ്പും തോന്നലും? എന്നെ കുറിച്ച് നിങ്ങൾ പണ്ഡിതനാണെന്നോ അല്ലെങ്കിൽ നല്ല ആളോ സൂഫി വര്യനോ സ്വാലി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്തോ തോന്നിട്ട് പറയും. ഞാൻ എത്ര ഉണ്ട് എന്നെനിക്കറിയുമല്ലോ, എന്റെ യാഥാർത്ഥ്യം എന്തെന്ന് എന്നെക്കാൾ അറിയുന്ന ഒരാളുണ്ടാവില്ലല്ലോ. എന്റെ സിർ എന്റെ പടച്ചോനറിയാം, അത് കഴിഞ്ഞാൽ എന്റെ സിർ എനിക്കറിയാം, പിന്നെ മൂന്നാമത്തെ ആർക്കറിയാം. അപ്പൊ ഞാൻ എത്ര ഉണ്ട് എന്ന ഉറപ്പ് എന്റെ മുമ്പിലുണ്ട്. എന്നെ കുറിച്ച് ജനങ്ങൾ എന്തോ ധരിച്ചുകൊണ്ട് എന്നെ മദ്ഹ് പറയുന്നു, അതൊരു ധാരണ മാത്രം. എന്നാൽ ഈമാനുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ ഈ പിഴച്ച ധാരണ കൊണ്ട് നമ്മളെ കുറിച്ച് വിധി എഴുതുമ്പോൾ
അതിൽ അഭിമാനിക്കാനോ സന്തോഷിക്കാനോ ആനന്ദം കൊള്ളാനോ നിൽക്കൂല. മറിച്ചോ നിന്നെക്കുറിച്ച് നിനക്ക് വ്യക്തമായൊരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പ് കൊണ്ട് നീ പ്രവർത്തിച്ചോ. അപ്പൊ നമ്മൾ ഒരാള് മദ്ഹ് പറയുമ്പോ സന്തോഷം ഉണ്ടാവാൻ പാടില്ല. മുഅ്മിനായ മനുഷ്യൻ ദുഃഖം ഉണ്ടാണ്. പഠിച്ചോനെ, ഓൻ ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞല്ലോ, എന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ ഹൃദയത്തിൽ ദുഃഖമുണ്ടാകണം. അതാണ് പറഞ്ഞത്, ഇദാ മുദിഹൽ മുഅ്മിനു റബൽ ഈമാനു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഈ ഒരവസ്ഥയെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഖേദം നമുക്കുണ്ടാകും. നമ്മളെ കുറിച്ച് ആൾ മദ്ഹ് പറയുമ്പോ നമുക്കൊരു ഖേദം ഉണ്ടാകും. അങ്ങനെ ഒരു ഖേദം ഉണ്ടായാലോ ആ ഖേദത്തിൽ നിന്നാണ് ഈമാൻ ഉടലെടുക്കുന്നത് എന്ന് തങ്ങൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രായശ്ചിത്തം എന്താണ്? അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നല്ലോ, അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? അതുപോലെ ആവാൻ ശ്രമിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, നിഅമൽ അബ്ദു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിച്ചിരുന്നുവെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. പറയുന്നു, പിന്നെ ഒറ്റ രാത്രിയും നിസ്കരിക്കുന്നത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളാണെന്ന് മദ്ഹ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരോട് വെച്ച് തീരുമാനിക്കുന്നു, ഞാനൊരു ഒറ്റ ദിവസവും രാത്രി നിസ്കാരം മുടക്കൂല. അപ്പൊ നമ്മളെ ഒരാൾ ഇല്ലാത്ത മദ്ഹ് പറഞ്ഞാൽ പരമാവധി അങ്ങനെ അതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ മുദിഹൽ മുഅ്മിനു റബൽ ഈമാനു ഫീ ഖൽബിഹി. ഒരു മുഅ്മിനായ മനുഷ്യനെ മദ്ഹ് പറഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല. ഹയാത്തുള്ള മനുഷ്യന്മാരെ മദ്ഹ് പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, കളവ് പറയാനേ പാടില്ല. ഇപ്പൊ സ്വാഗത പ്രസംഗം എന്ന് പറഞ്ഞാല് കളവ് പറയുന്ന ഒരു പ്രസംഗമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തങ്ങന്മാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കശ്ഫ് കറാമത്ത് പറയപ്പെടുന്ന ആളാണെങ്കിൽ പറയുന്ന ആളും നല്ലോണം പറയും, കേൾക്കുന്ന ആൾക്കും സന്തോഷാണ്, നല്ലോണം പറയണം. ഒരിക്കലും ഒരു ക്ഷണികമായ ഒരു സന്തോഷത്തിന് വേണ്ടി, ഏതോ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഏതോ ഒരു മജ്‌ലിസിൽ നമ്മുടെ പ്രസംഗത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തനിച്ച ഒരു ഹറാമ് നമുക്കറിയാത്ത അല്ല എന്ന് ഉറപ്പുള്ള, അങ്ങനെയാണെന്നൊരു ചെറിയ തോന്നൽ പോലുമില്ലാത്ത കളവ് കറാമത്തിന്റെ പേരിലോ മദ്ഹിന്റെ പേരിലോ എന്തിന്റെ പേര് പറഞ്ഞാലും നമ്മൾ ആഖിറം കളയുകയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മദ്ഹ് സാമാന്യ മനുഷ്യന്മാർ മദ്ഹിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുമ്പോൾ അതിനൊരു മാനദണ്ഡം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ റസൂലുള്ളാഹിനെ അല്ലാഹയാക്കരുത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൈവമാക്കരുത്, ഈസ നബിയെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവപുത്രനാണെന്ന് പറയരുത്. അങ്ങനെ ഒരു അവസ്ഥ റസൂലുള്ളാഹിക്ക് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ വർണ്ണിച്ചാലും റസൂലുള്ളാഹിനെ വർണ്ണിക്കാൻ പദങ്ങളില്ല, വാക്കുകളില്ല, ഉപമകളില്ല. ആ ഒരു ശ്രമത്തിൽ എല്ലാവരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ എന്താ പറഞ്ഞത്? മറ്റു അമ്പിയാക്കന്മാരെ മുഅ്ജിസത്തുകളൊക്കെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്ത് വ്യക്തമായി പറയുന്നുണ്ട്. മറ്റു അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളൊക്കെ പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ അത് ഇന്നതാണെന്ന് പാർട്ടിക്കുലറായിട്ട് പറയാതെ പരിശുദ്ധമായ ഖുർആൻ അത് പറയുന്നത് വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ ഇന്ന ഫദ്ലഹു കാന അലൈക കബീറാ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. പരിശുദ്ധമായ ഖുർആന്റെ പ്രയോഗങ്ങൾ എവിടെ നോക്കിയാലും അങ്ങനെ കാണാം. നബിയേ,
തങ്ങളെ സ്വഭാവം ഉന്നതമാണ്. അദീം. ഇന്ന ഫദ്ലഹു കാന ഫദ്ലുല്ലാഹി അലൈക അദീമ. അല്ലാഹുവിന്റെ ഫദ്ല് തങ്ങൾക്ക് ഭയങ്കരമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കരം, വർണ്ണിക്കാൻ കഴിയാത്തവിടെ ഭയങ്കരം. ഇന്ന ഫദ്ലഹു കാന അലൈക കബീറ. മറ്റൊരായത്താണ് തങ്ങളെ കുറിച്ച് അല്ലാഹു തങ്ങൾക്ക് തന്ന ഫദ്ല് അത് കബീറാണ്, വലുതാണ്, ആണ് ഭയങ്കരം, വലുത് എന്ന് വർണ്ണിക്കാൻ കഴിയാത്ത, വർണ്ണിച്ചുകൊണ്ട് മനുഷ്യൻ പരാജയപ്പെടുന്ന ആ രൂപത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാൻ, റസൂലുള്ളാഹിനെ വർണ്ണിക്കാൻ ആരെല്ലാം ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അവിടെ വെച്ച് പരാജയം സമ്മതിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബൂസീർ റഹ്മത്തുള്ളാഹി അലൈഹി ബുർദാഇന്റെ മജ്ലിസാണ്. ഇമാം ബൂസീർ റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹിനെ കടലിനോട് ഉപമിച്ചു, റസൂലുള്ളാഹിനെ കാലത്തിനോട് ഉപമിച്ചു. ഈ ലോകത്ത് ഉപമിക്കാൻ പറ്റിയ ഉന്നതമായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിന് അതൊക്കെ ചേരുമോ, സൂട്ടാകുമോ എന്ന് ചിന്തിച്ച് ഇമാം ബൂസൂരി തങ്ങൾ പലതും 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 പറഞ്ഞു നോക്കി. എന്നിട്ട് അവസാനം ഇമാം ബൂസൂരി പരാജയം സമ്മതിക്കുന്ന ഒരു വാക്കാണ് ഹബീബായ തങ്ങളെ എങ്ങനെ വർണ്ണിച്ചാലും, കടലിനോട് സാമ്യപ്പെടുത്തിയാലും, റസൂലുള്ളാഹിനെ എന്തിനോട് ഉപമിച്ചാലും, അവസാനം നമുക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റിയ വാക്ക് അന്നഹു മബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. റസൂലുള്ളാഹി ഒരു മനുഷ്യനാണ്, രൂപത്തിൽ മനുഷ്യനാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരിലും ഉത്തമനാണ് എന്ന് പറഞ്ഞ് ഒതുക്കാമെന്നല്ലാതെ റസൂലുള്ളാഹിനെ ഉപമിച്ചുകൊണ്ട് പൂർണ്ണമായി ഞാൻ പറഞ്ഞത് ശരിയായി എന്ന് ഒരാൾക്കും പറയാൻ കഴിയും. നമുക്ക് ഒരാളെ മദ്ഹ് പറഞ്ഞാല് ചിലപ്പോ തോന്നിപ്പോവും മദ്ഹ് കൂടിപ്പോയോ. അതാരെ പറ്റി പറഞ്ഞാലും നമുക്ക് തോന്നിപ്പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ അങ്ങനെ ഒരു തോന്നൽ വരാനില്ല. റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയൂല. പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ ഒരു ശൈലിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലേ? ഖുർആനിന്റെ ഒരു പ്രയോഗമാണ്. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കും, മതാഉദ് ദുനിയ, ദുനിയാവിലുള്ള ചരക്കുകൾ, വസ്തുക്കൾ, ഖലീൽ, അത്യല്പമാണ്, വളരെ കുറവാണ്. ദുനിയാവിൽ എന്തെല്ലാം ഉണ്ട്. ഇന്ന് വരെ മനുഷ്യൻ ചിന്തിച്ചവന്റെ ചിന്തയെത്താത്ത എത്ര കോടിക്കണക്കിന് വസ്തുക്കൾ ഈ ദുനിയാവിലുണ്ടാകും. ഈ ദുനിയാവിനെ കുറിച്ചൊക്കെ അല്ലാഹു പറഞ്ഞത് കുൽ മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാഹു ഖലീൽ എന്ന് പറഞ്ഞത് ആ റബ്ബാണ് പറയുന്നത്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അതുകൊണ്ട് നമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്നത് തങ്ങളെ വർണ്ണിച്ച് തീർക്കാനോ, റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് കാണിച്ചു കൊടുക്കാനോ, യഥാർത്ഥം കാണിച്ചു കൊടുക്കാനോ നമുക്ക് കഴിയില്ല. وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم. ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളാണ് ബുർദ തുടക്കം മുതൽ അവസാനം വരെ കറക്റ്റ് അർത്ഥം വെച്ച് നോക്കിയാൽ അവസാനം പറഞ്ഞു മതി എന്തായെന്ന് കേട്ടാല് എന്തെല്ലാം പറഞ്ഞിട്ട് ഇമാം ബൂസരി പറയുന്ന അവസാനം എന്താ ഇനി പറയാനുള്ളത്? റസൂലുള്ളാഹിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങള് റസൂലുള്ളാഹിന്റെ യാഥാർത്ഥ്യം ആർക്കറിയാൻ കഴിയും? ഇവിടെ ഉറങ്ങിക്കിടക്കുന്നവൻ സ്വപ്നത്തിൽ എന്തെല്ലാം കണ്ട് എന്തൊക്കെയോ ധരിക്കുന്നു എന്നതുപോലെ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം റസൂലുള്ളാഹി എന്താണെന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് എത്ര പറഞ്ഞാലും ഏറൂല, എത്ര പറഞ്ഞാലും വർദ്ധിക്കൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവാണെന്നോ അല്ലാഹുവിന്റെ സിഫത്തുകളിലേക്ക് എത്തിയെന്നോ അല്ലാഹുവിന്റെ പുത്രനാണെന്നോ പറയാതെ തങ്ങളുടെ മദ്ഹ് എത്രയും പറയും. പിന്നെ എന്തിനു മദ്ഹ് പറയുന്നോ? റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് തീരൂല എങ്കിൽ, റസൂലുള്ളാഹിനെ വർണ്ണിച്ച് അവസാനിപ്പിക്കാൻ കഴിയൂല എങ്കിൽ പിന്നെ എന്തിനാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത്? അതിനും ഇമാം ബൂസരി തങ്ങൾ മറുപടി പറഞ്ഞു, ഖദംതുഹു ബിമദീഹിൻ നസ്തഖീലു ഫീഹി ദുനൂബ ഉംറിൻ മദാ
في الشعر والخدم إذ قلداني ما تخشى عواقبه كأنني بهما هدي من النعم. ഹബീബായ തങ്ങളുടെ മദ്ഹ് ഞാൻ പറയുന്നത് എന്തിനാണ്? അസ്തഖീലു ബിഹി ദുനൂബ ഉംരി മളാ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, കുറവുകൾ അല്ലാഹുവിനോട് പൊറുപ്പിക്കുക. എൻ്റെ ആഖിറത്തിൽ ഞാൻ രക്ഷ തേടുക. പരലോകത്ത് വെച്ചുകൊണ്ട് എനിക്ക് വിജയിക്കുക. ഈ ഒന്ന് അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് കൊണ്ട് എനിക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല എന്ന് മഹാനായ ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട്, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിക്കൊണ്ട്, ഹബീബായ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ദോഷം പൊറുപ്പിക്കാൻ തേടിയാൽ, തങ്ങളെ കൊണ്ട് ആഖിറത്തിന്റെ വിജയം കൈവരിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ മുശ്രിക്കായെന്നും പിഴച്ചുപോയെന്നും പറയുന്നവരും ഇസ്ലാമിന്റെ ബാലപാഠം മനസ്സിലാക്കാത്തവരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നാളെ മഹ്ശറയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മഖാമും മഹ്മൂദ് അല്ലാഹു വെച്ചിട്ടുണ്ട്. എല്ലാവരും പുകഴ്ത്തുന്ന ഒരു സന്ദർഭം. അതിനാണ് ബാങ്കിൽ നാം ബാങ്കിന് ഉത്തരം കൊടുക്കുമ്പോൾ ദ്വാരക്കുന്നത്, പഠിച്ചോനെ നീ വാഗ്ദാനം ചെയ്തൊരു മഖാമും മഹ്മൂദ് ഉണ്ട്, അത് റസൂലുള്ളാഹിക്ക് നീ കൊടുക്കണമെന്ന് നാം ദുആ ചെയ്യുന്നു. അല്ലാഹു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നാം എന്തിനു ദുആ ചെയ്യുന്നു? നമ്മളും അതിന്റെ കൂടെ ഉണ്ട് എന്ന ഒരു നമ്മുടെ ആത്മസന്തോഷത്തിൽ നിന്നല്ലാതെ നമ്മൾ ദ്വാരുന്നില്ലെങ്കിലും ഹബീബായ തങ്ങൾക്ക് ആ മഖാമു മഹ്മൂദ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം എന്താണ് മഖാമു മഹ്മൂദ്. യഹ്മദുഹു ഫീഹിൽ അവ്വലൂന വൽ ആഖിറൂൻ. എല്ലാവരും മഹ്ശറ പിരിയാൻ വേണ്ടിയുള്ള ശഫാഅത്തിന് എല്ലാ നബിമാരുടെ അടുത്ത് പോയി ആദം നബി നൂഹ് നബിയിലേക്കും ഇബ്രാഹിം നബിയിലേക്കും മാറ്റി അവസാനം ഹബീബായ തങ്ങളെ ചാരത്ത് ചെന്നുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും അവിടെ വെച്ച് തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുന്നു. നബിയെ, തങ്ങൾ ഖൈറുൽ അംബിയ ആണ്, ഖൈറുൻ നാസ് ആണ്, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായം തേടിയിട്ടാണ് മഹ്ശറ അവസാനിക്കുന്നത് എന്ന് വരുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞ് ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ മനുഷ്യനും ശ്രമിക്കുന്ന ആ ഒരു മഖാമാണ് മഖാമും മഹ്മൂദ് എന്ന് പറയുമ്പോൾ, ദുനിയാവിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് മൗലിദ് ഓതിയിട്ട് എന്തെങ്കിലും വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ, ആഖിറം രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന മുഅ്മിൻ ശിർക്കാവുമെന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ അല്ലാഹു എല്ലാരെ കൊണ്ടും ശിർക്ക് ചെയ്യുകയാണ് എന്നൊരു പൊട്ടത്തരം പറയേണ്ടി വരും. അങ്ങനെ പറയാൻ ആരും തയ്യാറാവൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖമുദ്രയാണ്. മറ്റു വിഭാഗങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നു നാവ് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. റസൂലുള്ളാഹിനെ എത്ര കുറച്ച് കാണിക്കാൻ കഴിയും, അവിടെ ഒക്കെ അവർ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അവരല്ല മദ്ഹിന്റെ ആളുകൾ, നമ്മളാണ് മദ്ഹിന്റെ ആളുകൾ. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉറച്ചു ചെയ്യുന്നവർക്ക് മാത്രമേ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനും മദ്ഹ് പറയാനും കഴിയൂ. റസൂലുള്ളാഹിനെ സ്നേഹമില്ലാത്ത മനുഷ്യൻ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. ചിലപ്പോ അവന്റെ വേഷം വലിയൊരു മുസ്ലിമിന്റെ വേഷമായിരിക്കും, അവന്റെ താടിക്ക് നീളമുണ്ടാകും, അവന്റെ നിസ്കാരം പലപ്പോഴും പലരെയും ആകർഷിച്ചെന്ന് വരും. ചിലപ്പോൾ അവരെ വായ കൊണ്ട് ഖുർആൻ ഹദീസ് എന്നൊക്കെ പറയുന്നുണ്ടാകും. ഹബീബായ തങ്ങളെ മഹബ്ബത്തില്ലേ? റസൂലുള്ളാഹിനെ ഒരാള് മദ്ഹ് പറയുന്നില്ലേ എങ്കിൽ സ്നേഹമില്ല. എന്തുകൊണ്ട്? മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹബ്ബത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി വന്നു. അള്ളാഹു അദ്ദേഹത്തിന് കുടുംബത്തിനും ക്ഷമ കൊടുക്കുമാറാവട്ടെ, അദ്ദേഹത്തിന്റെ മകന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പോയി വരുന്ന സമയം വരെ അദ്ദേഹം മകനെ കുറിച്ച് പറഞ്ഞു, അല്ലാതെ ദുഃഖത്തിന്റെ വാർത്തകൾ പറഞ്ഞു, മകനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടാണ്? അത് മഹബത്ത്, മകനോട് മഹബത്തുള്ളത് കൊണ്ട്.
അപ്പൊ മഹബത്ത് ഒരാൾക്കുണ്ടല്ല ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാത്ത ആൾക്ക് എങ്ങനെയാണ് മഹബത്ത് ഉണ്ടാവുക? മഹബത്തില്ലെങ്കിലോ ലാ ഈമാന ലിമൻ ലാ മഹബത്ത ല, അത്തരക്കാർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. നാമൊക്കെ മുഅ്മിനായി മരിച്ച് ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുക. അതിനുവേണ്ടിയാണ് മുസ്ലിം ജമാഅത്ത്, അതിനുവേണ്ടിയാണ് SYS, അതിനുവേണ്ടിയാണ് SSF എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ, ഇന്ന് കിന്നത്ത് കാണുമ്പോൾ നീംപിരിലും അതേപോലെ തന്നെ നമ്മളെ ബെൽറിങ്ങയിലും മീനാദിലും എല്ലാ സ്ഥലത്തും നമ്മളുടെ സംഘടന പടർന്ന് പന്തലിച്ചത് കാണുമ്പോൾ വലിയ സന്തോഷം. അന്ന് SSF തുടങ്ങുന്ന സമയത്ത് ബെൽറിങ്ങയിൽ മാത്രമേ ഇട്ടുള്ളൂ. അന്ന് ഞങ്ങൾ കുരിയത്ത് നിന്നാണ് വരൽ. ഞാൻ ഓർക്കുന്നു, ഇബ്രാഹിം ഉസ്താദിന്റെ അടുത്തെല്ലാം പോയിട്ട് എത്രയോ ദിവസം സംഘടനയ്ക്ക് വേണ്ടി സംസാരിച്ചത് ഓർക്കുന്നു. ഇബ്രാഹിം ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലെ വലിയൊരു പണ്ഡിതനാണ്. പലപ്പോഴും നമ്മളത് മനസ്സിലായിട്ടില്ല എന്നാണ്, ഞാനടക്കം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം മർക്കസിൽ നിന്ന് വന്ന ഉടനെ കടുമ്പാറയിൽ വലിയൊരു ദർസ് ഉണ്ടായിരുന്നു. നമ്മളെ നിരക്കരക്കാരൻ വലിയ ദർസും ഒരുപാട് ശിഷ്യന്മാരുള്ള നിറഞ്ഞ ദർസായിരുന്നു. നല്ല കിതാബിൽ നല്ല അവഗാഹമുള്ള ഒരു പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മകന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ വിയോഗം താങ്ങാനുള്ള ക്ഷമ ആ കുടുംബത്തിന് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.